നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 12, ചാപ്റ്റർ നമ്പർ 4. മാർക്കണ്ഡേയ മുനിയും അപ്സരയും തമ്മിലുള്ള സംഭാഷണം. ഒരിക്കൽ മാർക്കണ്ഡേയൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യസ്ഥത വഹിക്കുകയായിരുന്നു. 72 ചരകാതി യുഗങ്ങളിൽ ഭൂമിയിൽ ആരെങ്കിലും ധ്യാനമോ ഇന്ദ്രപദവി ലഭിക്കുന്നതിനാവശ്യമായ ധർമ്മപരമായ യാഗമോ ചെയ്താൽ അവന്റെ കർമ്മത്തിന് തടസ്സമില്ലെങ്കിൽ ഇന്ദ്രപദത്തിലിരിക്കുന്ന ആത്മാവിന് ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ ആ ഉപാസകന് ഇന്ദ്രന്റെ സ്ഥാനം നൽകുകയും ആ സ്ഥാനം നിലവിലെ ഇന്ദ്രനിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുന്നു. അതിനാൽ കഴിയുന്നിടത്തോളം ഇന്ദ്രൻ തന്റെ ഭരണകാലത്ത് ഒരു ആരാധകന്റെയും ധ്യാനമോ യാഗചടങ്ങുകളോ നടത്താൻ അനുവദിക്കുന്നില്ല. ആ ആരാധകന്റെ ധർമ്മപരമായ ആചാരങ്ങളിൽ അവൻ തടസ്സം സൃഷ്ടിക്കുന്നു. അതിനായി അവൻ എന്തു ചെയ്താലും പ്രശ്നമില്ല. മാർക്കണ്ഡേയ എന്ന മുനി ബംഗാൾ ഉൾക്കടലിൽ ധ്യാനം നടത്തുന്നെന്ന് ഇന്ദ്രന്റെ ദൂതന്മാർ പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയ മുനിയുടെ ധ്യാനം തടസ്സപ്പെടുത്താൻ ഇന്ദ്രൻ ഉർവശിയെ, ഇന്ദ്രന്റെ ഭാര്യയെ, അയച്ചു. മാർക്കണ്ഡേയ മുനിയുടെ മുന്നിൽ മാലാഖ ആടിയും പാടിയും തുടങ്ങി. അവളുടെ അമാനുഷിക ശക്തിയോടെ ആ സ്ഥലത്ത് അവൾ ഒരു വസന്ത സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. മാർക്കണ്ഡേയ മുനി ഒരു ആവേശവും കാണിച്ചില്ല. ഉർവശി അരയിലെ ചരട് പൊട്ടിച്ച് നഗ്നയായി. അപ്പോൾ മാർക്കണ്ഡേയ മുനി പറഞ്ഞു, ഹേ മകളെ, ഹേ സഹോദരി, അമ്മേ, നീ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഈ അഗാധമായ കാട്ടിൽ ഒറ്റയ്ക്ക് വന്നത്? ഉർവശി പറഞ്ഞു, മുനി, എന്റെ സൗന്ദര്യം കണ്ട് ഈ കാട്ടിലെ ആരാധകർക്ക് സമനില നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ പതറിയില്ല. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണെന്ന് എനിക്കറിയില്ല. ദയവായി ഇന്ദ്രലോകത്തേക്ക് എന്നോടൊപ്പം വരൂ, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും. ഞാൻ തോറ്റുമടങ്ങുന്നു. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, സമാധി സമയത്ത് എന്റെ ഏകാഗ്രത ബ്രഹ്മലോകത്തായിരുന്നു. അവിടെ ഞാൻ ആ ഉർവശികളുടെ നൃത്തം കാണുകയായിരുന്നു, അപ്സരസുകളുടെ നൃത്തം കാണുകയായിരുന്നു. അവരിൽ ഓരോരുത്തർക്കും നിങ്ങളെപ്പോലുള്ള 7 പരിചാരകമാരുണ്ട്. അതിനാൽ ഞാൻ എന്തിനാണ് നിങ്ങളെ നോക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ നിന്നിലേക്ക് ആകൃഷ്ടനാകണം? നിന്നേക്കാൾ സുന്ദരി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കൊണ്ടുവരിക. അപ്പോൾ അപ്സര പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെ പ്രധാന രാജ്ഞിയാണ്. സ്വർഗത്തിൽ എന്നേക്കാൾ സുന്ദരിയായി മറ്റാരുമില്ല. അപ്പോൾ മാർക്കണ്ഡേയ മുനി ചോദിച്ചു, ഇന്ദ്രൻ മരിക്കുമ്പോൾ നീ എന്തു ചെയ്യും? ഞാൻ 14 ഇന്ദ്രന്മാർക്കും ഭാര്യയാകുമെന്ന് ഉർവശി മറുപടി പറഞ്ഞു. ശ്രീ ബ്രഹ്മാജിയുടെ ഒരു ദിവസത്തിൽ 1008 ചതുർയുഗങ്ങൾ ഉണ്ടെന്നാണ് ഉദ്ദേശം. ഈ സമയത്ത് 14 ഇന്ദ്രന്മാർ 72 ചതുരംഗങ്ങൾ വീതം അവരുടെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം മരിക്കുന്നു. ഇന്ദ്രരാജ്ഞിയുടെ ആത്മാവ് ചില മനുഷ്യജീവിതത്തിൽ വളരെയധികം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയുടെ ഫലമായി 14 ഇന്ദ്രന്മാരുടെ പ്രധാന രാജ്ഞിയായി അവൾ സ്വർഗത്തിലെ സുഖഭോഗങ്ങളും ഭർത്താവുമൊത്തുള്ള സന്തോഷവും ആസ്വദിക്കും. മാർക്കണ്ഡേയൻ പറഞ്ഞു, ആ 14 ഇന്ദ്രന്മാരും മരിക്കും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഉർവശി പറഞ്ഞു, അപ്പോൾ ഞാൻ മർത്യലോകത്ത് ഒരു പെൺകഴുതയായി മാറും. ഭൂമിയെ മനുഷ്യരുടെ ലോകം, അതായത് മർത്യലോകം എന്ന് വിളിക്കുന്നു. കൂടാതെ എന്റെ ഭർത്താവായ എല്ലാ ഇന്ദ്രന്മാരും ഭൂമിയിലെ ആൺകഴുതകളാകും. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, അങ്ങനെയെങ്കിൽ രാജാവ് ആൺകഴുതയായും രാജ്ഞി പെൺകഴുതയായും മാറുന്ന അത്തരമൊരു ലോകത്തിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? എന്റെ മാനം നിലനിർത്താൻ. അല്ലെങ്കിൽ ഞാൻ തോറ്റുമടങ്ങിയെന്ന് അവർ പറയും. ഉർവശി പറഞ്ഞു. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, പെൺകഴുതകൾക്ക് എന്ത് ബഹുമതിയാണുള്ളത്? ഇപ്പോൾ നിങ്ങൾ ഒരു പെൺകഴുതയാണ്. കാരണം നിങ്ങൾക്ക് 14 ഭർത്താക്കന്മാരുണ്ടാകും. മരണശേഷം നിങ്ങൾ ഒരു പെൺകഴുതയാകുമെന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 13. പെൺകഴുതയ്ക്ക് എന്ത് ബഹുമാനമുണ്ട്? അതിനിടെ ചട്ടപ്രകാരം മാർക്കണ്ഡേയ മുനിക്ക് തന്റെ രാജ്യം നൽകാനായി ഇന്ദ്രനും അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, മുനി, അങ്ങ് ജയിച്ചു, ഞങ്ങൾ തോറ്റു. ദയവായി ഇന്ദ്രന്റെ സ്ഥാനം സ്വീകരിക്കാം. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, അരേ അര ഇന്ദ്രാണ്ടാ, ഇന്ദ്രന്റെ സ്ഥാനം എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇതെനിക്ക് കാക്കയുടെ കാഷ്ടം പോലെയാണ്. അപ്പോൾ മാർക്കണ്ഡേയ മുനി ഇന്ദ്രനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് പൂജ ചെയ്യാം. ഞാൻ നിന്നെ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോകാം. ഈ ഇന്ദ്രരാജ്യം വിടൂ. ഇന്ദ്രൻ പറഞ്ഞു, മുനി, ഈ നിമിഷം ഞാൻ ആസ്വദിക്കട്ടെ. ഞാനിത് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം. അവനെ എവിടെയാണ് ഒരു വടികൊണ്ടടിക്കേണ്ടത്? അതുപോലെ ആരെങ്കിലും ഈ ഭൂമിയിലെ ഒരു ചെറിയ ഭൂമിയുടെ പ്രധാനമന്ത്രിയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനോ തൊഴിലാളിയോ ധനികനോ ആണ്. അത് അവനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്തി ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളൊരു കഴുതയാകും. അപ്പോൾ അവർ അസ്വസ്ഥരാകുന്നു. അവർ പറയുന്നു, ഞങ്ങൾ എന്തിന് കഴുതയാകും? ഇത് വീണ്ടും പറയരുത്. ചിലർ പരിഷ്കൃതരാണ്. അവർ പറയുന്നു, ആരാണ് കഴുതയാകുന്നത് കണ്ടത്? എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇത് പറയുന്നതായി അവരോട് പറയപ്പെടുന്നു. അപ്പോൾ അവരിൽ ഭൂരിഭാഗവും പറയുന്നു, നമുക്ക് കാണാം.
അവരോട് ഒരു അഭ്യർത്ഥനയാണ്, മരണശേഷം കഴുതയായ ശേഷം നിങ്ങൾ എന്ത് കാണും? അപ്പോൾ കുശവൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക. എല്ലാ ദുരാചാരങ്ങളും ഉപേക്ഷിച്ച് വേദാധിഷ്ഠിത ആരാധന നടത്തുക. അതിപ്പോൾ എനിക്ക് രാംപാൽ ദാസ് മാത്രമേ ലഭ്യമുള്ളൂ. വന്ന് അതെടുത്ത് നിന്റെ ക്ഷേമം ചെയ്തുകൊള്ളൂ. മേൽ പറഞ്ഞ വാണിയിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. 3 ഇന്ദ്രൻ, കുബർ, ഈഷ്, ബ്രഹ്മാജി, വരുൺ, ധർമ്മരെ എന്നീ സ്ഥാനങ്ങൾ നേടുന്നവരും വിഷ്ണുജിയുടെ ലോകത്തിൽ സ്ഥലത്ത് പോയതിനു ശേഷം അർദ്ധദൈവത്തിന്റെ സ്ഥാനം നേടിയവരും ജനന മരണ ചക്രത്തിൽ തുടരുന്നു. സ്വർഗത്തിൽ 33 കോടി ദേവന്മാരുടെ സ്ഥാനങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ 540 പാർലമെന്റ് അംഗങ്ങളുണ്ട്. വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് മാത്രം പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും നിയമിക്കപ്പെടുന്നു. അതുപോലെ ആ 33 കോടി ദേവന്മാരിൽ ഒരാൾ ധനമന്ത്രിയെ പോലെ കുബേരന്റെ സ്ഥാനം, അതായത് സമ്പത്തിന്റെ ദൈവം, ഇഷ്കീപതി. ഇഷിന്റെ സ്ഥാനം എന്നതിന്റെ അർത്ഥം ലോകവേദ് നാടോടി കഥകൾ അനുസരിച്ച് ആകെ 3 പേരുള്ള ദൈവത്തിന്റെ സ്ഥാനമാണ്. ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവൻ. വരുൺ ജലദേവനാണ്. എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മഫലം നൽകുന്ന ചീഫ് ജസ്റ്റിസ് ആണ് ധർമ്മരാജ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇവയെല്ലാം കാലബ്രഹ്മത്തെ ആരാധിക്കുന്നതിലൂടെയാണ് തങ്ങളുടെ സ്ഥാനങ്ങൾ നേടുന്നത്. പുണ്യം ക്ഷയിച്ചതിനു ശേഷം എല്ലാ അർദ്ധദൈവങ്ങളും ഈശ്വര സ്ഥാനത്ത് നിന്ന് മോചനം നേടുകയും 84 ലക്ഷം തരം ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പിന്നെ പുതിയ ബ്രഹ്മാവ്, പുതിയ വിഷ്ണു, പുതിയ ശിവൻ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ ദൈവങ്ങളെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവർ അനശ്വരരല്ല. അവർ എത്രമാത്രം ദൈവമാണെന്ന് ഈ പുസ്തകത്തിലെ സൃഷ്ടിരചന എന്ന അധ്യായത്തിൽ അവരുടെ അവസ്ഥ നിങ്ങൾക്ക് വ്യക്തമാകും. ഇവർ ആരുടെ മക്കളാണ്? അവരുടെ അമ്മ ആരാണ്? മറ്റു തെളിവുകൾ: ശ്രീദേവി പുരാണത്തിൽ സചിത്ര മോട്ടോടൈപ്പ് കേവൽ ഹിന്ദി, ഗീതാ പ്രസ്, ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. 3-ാം സ്കന്ദിൽ പേജ് 123 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്ക് ശുദ്ധമായൊരു രൂപമുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഞാൻ വിഷ്ണു, ബ്രഹ്മാവ്, ശങ്കർ എന്നിവർ അമ്മയുടെ കൃപയാൽ നിലനിൽക്കുന്നു. നമുക്ക് ആവിർഭാവവും ജനനവും തിരോഭാവവും മരണവുമുണ്ട്. നീ പ്രകൃതി ദേവിയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി. പേജ് നമ്പർ 14. ഭഗവാൻ ശങ്കർ പറഞ്ഞു: ഹേ ദേവി, വിഷ്ണുവിന് ശേഷം ജന്മമെടുത്ത ബ്രഹ്മാവ് നിന്നിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ തമോ ഗുണലീല, അതായത് ക്രോധ പ്രവർത്തികൾ ചെയ്യുന്ന ഞാൻ ശങ്കറാണ് നിങ്ങളുടെ മകനല്ലേ? അതായത് നീ എന്റെ അമ്മ കൂടിയാണ്. നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ നമുക്ക് ജോലികൾ ചെയ്യാൻ കഴിയൂ. അതായത് ഒരാളുടെ വിധിയിൽ എഴുതിയിരിക്കുന്നതെന്തും നമുക്ക് അനുവദിക്കാം. നമുക്കത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. വായനക്കാരെ, ശ്രീ ബ്രഹ്മാവും ശ്രീ വിഷ്ണുവും ശ്രീ ശങ്കരനും മർത്യരാണെന്ന് ശ്രീദേവി പുരാണത്തിലെ ഈ ഉദ്ധരണിയിൽ നിന്ന് വ്യക്തമായി. അവരുടെ അമ്മയുടെ പേര് ദുർഗാദേവി എന്നാണ്. പേജ് 235 ഈ പുസ്തകത്തിൽ അവസാനം എഴുതിയിരിക്കുന്ന സൃഷ്ടിരചന എന്ന അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇവരാണ് പ്രധാന ദൈവങ്ങൾ. മറ്റുള്ള ദൈവങ്ങൾ ഇവരെക്കാൾ താഴ്ന്നവരാണ്. ഇവയെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവർ അവിനാശി റാം, അനശ്വര ദൈവമല്ല. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 2 ഗീതാജ്ഞാനദാതാവായ കാലബ്രം പറഞ്ഞതായി എഴുതിയിരിക്കുന്നു: എന്റെ ഉത്ഭവത്തെക്കുറിച്ച് മഹർഷിമാർക്കോ ദൈവങ്ങൾക്കോ അറിയില്ല. മഹത്തരം മുനിമാർ, കാരണം ഞാൻ ഇവരുടെയെല്ലാം സൃഷ്ടാവാണ്. അതായത് ഇവയെല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഗീത അധ്യായം 4 ശ്ലോകം 5 ഗീതാജ്ഞാനം നൽകുന്നയാൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഹേ അർജുന, നിനക്കും എനിക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ഗീത അധ്യായം 2 ശ്ലോകം 12 വ്യക്തമാണ്: നീയും ഞാനും എല്ലാ രാജാക്കന്മാരും സൈന്യവും ഭൂതകാലത്തിൽ ജനിച്ചവരാണ്, ഭാവിയിലും ജനിക്കും. ഗീത അധ്യായം 14 ശ്ലോകം 3 ഗീതാജ്ഞാനം നൽകുന്ന വക്താവ് പറയുന്നു: ഓ അർജുന, എന്റെ പ്രകൃതി, അതായത് ദുർഗ ഗർഭം ധരിക്കുന്നു. ഞാൻ അവളുടെ ഗർഭപാത്രത്തിൽ വിത്ത് സ്ഥാപിക്കുന്നു. അതിനാൽ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു. ഗീത അധ്യായം 14 ശ്ലോകം 4 ഗീതാജ്ഞാനം നൽകുന്നയാൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഹേ അർജുന, ഏത് ജീവാത്മാക്കൾ വിവിധ തരത്തിലുള്ള ജീവരൂപങ്ങളിൽ ജനിക്കുന്നുവോ മഹതി, അതായത് പ്രകൃതിയാണ് അവരെ ഗർഭം ധരിക്കുന്ന മാതാവ്. അഹം ബ്രം, ഞാൻ ബ്രം വിത്ത് വിതയ്ക്കുന്ന പിതാവാണ്. ഗീത അധ്യായം 14 ശ്ലോകം 5 ഗീതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നവൻ എന്ന് വ്യക്തമാക്കി: ഹേ അർജുന, സദ്ഗുൺ ശ്രീ വിഷ്ണു, രജ്ഗുൺ ശ്രീ ബ്രഹ്മാവ്, ഒപ്പം തമോഗുൺ ശ്രീ ശിവൻ, ഈ 3 ദൈവങ്ങൾ, അതായത് 3 ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ജനിച്ചത്, അതായത് ദുർഗാദേവി, ഒരാളുടെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി നിത്യമായ ആത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു.
മേൽപ്പറഞ്ഞ ദൈവങ്ങൾ മർത്യരാണെന്നും ഇവർ കാലബ്രഹ്മിന്റെ മക്കളാണെന്നും മുകളിൽ സൂചിപ്പിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. വാണി നമ്പർ 3 ഇതിന്റെ പരിഭാഷയാണ് ഇപ്പോൾ നടക്കുന്ന വിഷയം. ഇന്ദ്രൻ, കുബേർ, ഈശ് അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, വരുൺ, ധർമ്മരെ എന്നീ സ്ഥാനങ്ങൾ നേടിയാലും ശ്രീ വിഷ്ണുനാഥിന്റെ ലോകത്തിലേക്ക് പോയാലും ഒരാൾ ജനനമരണ ചക്രത്തിൽ തുടരുന്നു. 4 മഹർഷി മാർക്കണ്ഡേയൻ ബ്രഹ്മസാധന ബ്രഹ്മത്തിന്റെ ധർമാചാരം ചെയ്യുകയായിരുന്നു. അദ്ദേഹം അത് ഏറ്റവും മികച്ചതായി കണക്കാക്കുകയായിരുന്നു. അതിനാൽ അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ ബ്രഹ്മസാധന ചെയ്യിക്കട്ടെ. ബ്രഹ്മലോകത്തെ അപേക്ഷിച്ച് സ്വർഗരാജ്യം കാക്കയുടെ കാഷ്ടം പോലെയാണ്. വായനക്കാർ ശ്രീ ശുനകമുനി, ശ്രീ ദുർവാസ മുനി, ദർശകൻ മുനി എന്നിവർ ബ്രഹ്മസാധന നടത്തി. ഗീതാ വിജ്ഞാന ധാതാവ് ഗീതാ അധ്യായം 7 ശ്ലോകം 18 അനുത്തം അതായത് മോശം എന്നാണ് അവരുടെ ആരാധനാ രീതിയെ വിശേഷിപ്പിച്ചത്. മാർക്കണ്ഡേയ മുനി ഇതേ വിഭാഗത്തിലുള്ള സാധനയാണ് ചെയ്തത്. അത് ഏറ്റവും മികച്ചതാണെന്ന് കരുതി അദ്ദേഹം അത് ചെയ്യുകയായിരുന്നു. കൂടാതെ ബ്രഹ്മസാധന ചെയ്യാൻ ഇന്ദ്രനെ ഉപദേശിക്കുകയും ചെയ്തു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ദ്രാം പാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 15. സൂക്ഷ്മവേദത്തിൽ ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നു: औरो पंथ बतावही आप न जाने राह, मोती मुक्ता दर्शक नाही, यह जग है सब अंधरे, दिखत के तो नैन जिसम है, फिरा मोतिया बिंदरे, वेद पढ़े पर भेद ना जाने, बांचे पुराण 18, पत्थर की पूजा करें भूले सिरजनहारा. വാണി നമ്പർ 1 അർത്ഥം: അവർ മറ്റുള്ളവരെ നയിക്കുന്നു, പക്ഷെ അവർക്ക് തന്നെ ഭക്തിയുടെ പാതയെക്കുറിച്ച് അറിയില്ല. വാണി നമ്പർ 2 അർത്ഥം: തത്വദർശി സന്യാസിയുടെ അഭാവം മൂലം മോതി മുക്ത അതായത് മോക്ഷത്തിന്റെ മന്ത്രമായ മുത്ത് ദൃശ്യമല്ല. ഈ ലോകം മുഴുവനും അന്ധമാണ്, അതായത് ആത്മീയ ജ്ഞാനത്തിന്റെ കണ്ണുകളില്ലാത്തതാണ്. നേത്രരോഗമുള്ള തിമിരമുള്ള ഒരാളുടെ കണ്ണുകൾ ആരോഗ്യമുള്ളതായി കാണപ്പെടുന്നു, പക്ഷെ ആ വ്യക്തിക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഈ ഉദാഹരണം നൽകിക്കൊണ്ട് സുഗമമായി സംസ്കൃതം സംസാരിക്കുന്നവർ ഉയർന്ന പാണ്ഡിത്യമുള്ളവരാണെന്ന് തോന്നുന്നു, പക്ഷെ അവർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഗഹനമായ രഹസ്യങ്ങൾ അറിയില്ല. അറിവില്ലായ്മയുടെ വാണി നമ്പർ 3 അർത്ഥം: വേദങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ വേദങ്ങളുടെ ഗഹനമായ നിഗൂഢതകൾ മനസ്സിലാക്കാത്തതിനാൽ അവർ തന്നെ വേദങ്ങൾക്കെതിരെ ആരാധിക്കുകയും മറ്റുള്ളവരെ അവർക്കെതിരെ ആരാധിപ്പിക്കുകയും ചെയ്യുന്നു. ശിലാവിഗ്രഹത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് വേദങ്ങളിൽ പരാമർശമില്ല. വേദപണ്ഡിതർ എന്ന് വിളിക്കപ്പെടുന്നവർ തന്നെ ശിലാവിഗ്രഹങ്ങളെ ആരാധിക്കുകയും മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടാവിനെ അവർ മറന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപാസകൻ ഏത് ആരാധന ചെയ്യുന്നുവോ അത് ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നുവെന്ന് മാത്രമേ ഇത് വിവരിച്ചിട്ടുള്ളൂ. എല്ലാ ആരാധ്യന്മാരും അവരവരുടെ ആരാധനാ രീതി പാപങ്ങളെ നശിപ്പിക്കുന്നവയായി കണക്കാക്കുന്നു. ഗീത അധ്യായം 4 ശ്ലോകം 32 സച്ചിദാനന്ദ ഘാൻബ്രം യാഗങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതായത് തന്റെ മുഖകമലത്തിൽ നിന്ന് ഉച്ചരിച്ച വാണിയിലെ ധർമ്മപരമായ ആചാരങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തത്വജ്ഞാനമാണ്. അതറിയുമ്പോൾ ഒരു ഉപാസകൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഗീത അധ്യായം 4 ശ്ലോകം 34 തത്വദർശി സന്യാസിമാർക്ക് തത്വജ്ഞാനം അറിയാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചും മാന്യമായി ചോദ്യം ചോദിച്ചും തത്വജ്ഞാനത്തിൽ അവഗാഹമുള്ള അറിവുള്ള മഹാത്മാക്കൾ നിങ്ങളെ തത്വജ്ഞാനം, യഥാർത്ഥമായ ആത്മീയ അറിവ് പഠിപ്പിക്കും. മേൽപ്പറഞ്ഞ വാണിയിൽ നിർഗുണരസം എന്ന് പറഞ്ഞ തത്വജ്ഞാനം ലഭിക്കാത്തതിനാൽ എല്ലാ ഭക്തരും ജനനമരണ ചക്രത്തിൽ തന്നെ തുടർന്നു. മാർക്കണ്ഡേയൻ ബ്രഹ്മാരാധന നടത്തുകയായിരുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 16 ബ്രഹ്മലോകത്തിലേക്ക് പോയ ആ ഉപാസകരും ആവർത്തിച്ച് ജനനമരണ ചക്രത്തിൽ തുടരുന്നതായി പറയുന്നു. മുമ്പത്തെ വാണി നമ്പർ 4 असंख्य जन तोहे मरता होगी, जीवित क्यों ना मरे रे, द्वादश मध्य महल मठ बोरे, बहुर ना देह धरे रे. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ദ്രാം പാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 16. പരിഭാഷ: ഹേ മനുഷ്യ, നിങ്ങൾ അനന്തമായി ജനിക്കുകയും മരിക്കുകയും ചെയ്തു. സത്യാരാധന അനുഷ്ഠിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുക എന്നതിന്റെ അർത്ഥം ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും താൽക്കാലികമാണെന്ന് ഒരു ആരാധകൻ മനസ്സിലാക്കുന്നു എന്നതാണ്. ഈ ശരീരവും ശാശ്വതമല്ല. ജനനമരണ പ്രശ്നം പോലും ഭയാനകമാണ്. ഈ ലോകത്ത് ദുരിതമല്ലാതെ മറ്റൊന്നുമില്ല. മനുഷ്യജീവൻ നേടിയിട്ടും മോക്ഷം ലഭിച്ചില്ലെങ്കിൽ മൃഗജീവിതം മാത്രമേ ഒരാൾ ജീവിച്ചിരുന്നുള്ളൂ. ഗീത അധ്യായം 7 ശ്ലോകം 29
വാർദ്ധക്യത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും മരണദുരിതങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായി മാത്രം ധർമ്മപരമായ അനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഉപാസകന് തദ്ബ്രം മുഴുവൻ ആത്മീയതയെയും എല്ലാ പ്രവർത്തനങ്ങളെയും അറിയാമെന്ന് പ്രസ്താവിക്കുന്നു. ഈ രീതിയിൽ തത്വജ്ഞാനം നേടിയ ശേഷം ഒരു വ്യക്തിക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ ആഗ്രഹമില്ല. അവൻ പുകയില, മദ്യം, മാംസം എന്നിവ കഴിക്കുന്നില്ല. നൃത്തവും പാട്ടും വിഡ്ഢികളുടെ പ്രവൃത്തിയാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് എന്ത് കഴിച്ചാലും അതിൽ സംതൃപ്തി തോന്നുന്നു. ഒരാളുടെ ക്ഷേമത്തിനായി ഞാൻ സത്സംഗത്തിന് വന്നില്ലെങ്കിൽ എനിക്ക് ഗുരുജിയുടെ ദർശനം ലഭിക്കില്ലെന്ന് ഒരു ആരാധകൻ ചിന്തിക്കുന്നു. സത്സംഗം കേൾക്കാത്തതിനാൽ മനസ്സ് വീണ്ടും ദുരാചാരങ്ങളിൽ മുഴുകാൻ തുടങ്ങും. തന്റെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ആ ഉപാസകൻ സത്സംഗം കേൾക്കാൻ പുറപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഒരു പിതാവ് ലോകത്തോട് വിട പറയുന്നതായി ഓരോ ദിവസവും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അവൻ മരിക്കുന്നു. വൻകിട മുതലാളിമാർ അപകടങ്ങളിൽ മരിക്കുന്നു. ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ച സമ്പത്തെല്ലാം അവർ ഉപേക്ഷിച്ചു പോകുന്നു. ആ സമ്പത്ത് നോക്കാൻ അവർ മടങ്ങി വരുന്നില്ല. മരണത്തിന് മുൻപ് ഒരു ദിവസം പോലും ജോലി ഉപേക്ഷിക്കാൻ അവർക്ക് തോന്നിയില്ല. ഇപ്പോൾ എല്ലാം സ്ഥിരമായി അവശേഷിക്കുന്നു. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം.